ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് അനുസരിച്ചുള്ള സോഷ്യൽ സയൻസിലെ 6ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകൾ എന്തായാലും കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ നമ്മൾ 6ാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. വിഭവ വിനിയോഗവും സുസ്ഥിരതയും എന്നതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. വിഭവ വിനിയോഗവും സുസ്ഥിരതയും. അപ്പോൾ ഇവിടെ ആരംഭത്തിൽ തന്നെ കുറച്ച് ചിത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ കാണിച്ചിരിക്കുന്നത് കോളാർ സ്വർണ്ണഖനിയുടെ ചിത്രമാണ്. അപ്പോൾ കോളാർ സ്വർണ്ണഖനി എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ആ സ്വർണ്ണഖനിയുടെ ഒരു ചിത്രമാണ് നമുക്കിവിടെ ഉള്ളത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ളതും വലിപ്പമേറിയതുമായ സ്വർണ്ണഖനിയാണ് കോളാർ സ്വർണ്ണഖനി. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ളതാണ്, അതുപോലെ വലിപ്പമേറിയതുമായിട്ടുള്ള സ്വർണ്ണഖനി ഏതാണ് എന്ന് ചോദിച്ചാൽ അവിടെ ഒരു GK ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടും. ഏതാണ്? അതാണ് കോളാർ സ്വർണ്ണഖനി എന്ന് പറയുന്നത്. 1804 ജോൺ വാറൻ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനു വേണ്ടി വിഭവ ഭൂപടം നിർമ്മിച്ചതോടെ കർണാടകത്തിലെ ഉറിഗം എന്ന ഗ്രാമവും അതിനോടനുബന്ധിച്ച പ്രദേശവും സ്വർണത്തിൻ്റെ നാടാണെന്ന് കണ്ടെത്തി. അപ്പം ഇതാണ് KGF അഥവാ കോളാർ ഗോൾഡ് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ KGF അല്ലെങ്കിൽ കോളാർ ഗോൾഡ് ഫീൽഡ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. അപ്പോൾ ഇതിനെ എന്ത് ചെയ്തു? നമ്മുടെ കോളാർ സ്വർണ്ണഖനിയെ പുനർനാമകരണം ചെയ്തു. എന്തെന്ന് ആക്കി? കോളാർ ഗോൾഡ് ഫീൽഡ് അഥവാ KGF എന്ന് പുനർനാമകരണം ചെയ്തു. 1880 മുതൽ 1956 വരെ 800 ടണ്ണിലധികം സ്വർണം ഉൽപ്പാദിപ്പിച്ചും കോളാർ ഗോൾഡ് ഫീൽഡ് അഥവാ KGF ലോകത്തിൻ്റെ സ്വർണ്ണ ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം രേഖപ്പെടുത്തുകയും ചെയ്തു. സ്വർണ്ണ നിക്ഷേപം കൊണ്ടാണ് കർണാടകയിലെ കോളാർ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വ്യാവസായിക നഗരങ്ങളിൽ ഒന്നായി മാറിയത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വ്യാവസായിക നഗരങ്ങളിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത്? കർണാടകയിലെ കോളാർ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിലും ജനജീവിതത്തിലും സ്വർണത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞില്ലേ? അപ്പം നമുക്കറിയാം, സ്വർണം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? വളരെയധികം ഏവരും ഇഷ്ടപ്പെടുന്ന ഒരു ആഭരണമാണ് സ്വർണം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ഒന്നുകൂടി നമുക്ക് ഒന്ന് പറയാം. എന്താണ്? 1804 ജോൺ വാറൻ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് വേണ്ടി എന്ത് ചെയ്തു? വിഭവ ഭൂപടം നിർമ്മിച്ചതോടെയാണ് കർണാടകത്തിലെ ഉറിഗം എന്ന ഗ്രാമം. അപ്പോൾ ഈ കോളാർ സ്വർണ്ണഖനി ഉള്ളത് കർണാടകത്തിലെ ഉറിഗം എന്ന ഗ്രാമത്തിലാണ്. അപ്പോൾ ഈ ഉറിഗം എന്ന ഗ്രാമവും അതോടനുബന്ധിച്ച പ്രദേശവും സ്വർണത്തിൻ്റെ നാടാണെന്ന് കണ്ടെത്തിയത് 1804 ജോൺ വാറൻ നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് വേണ്ടി ഒരു വിഭവ ഭൂപടം നിർമ്മിച്ചതോടെയാണ് ഇത് കണ്ടെത്തിയത്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ളതും വലിപ്പമേറിയതുമായ സ്വർണ്ണഖനിയാണ് കോളാർ സ്വർണ്ണഖനി. ഇത് പിന്നീട് എന്ത് പേരിൽ, ഇപ്പോൾ ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്യപ്പെട്ടത്? KGF അഥവാ കോളാർ ഗോൾഡ് ഫീൽഡ് എന്നാണിത് പുനർനാമകരണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1880 മുതൽ 1956 വരെ എത്ര ടണ്ണിലധികം സ്വർണം ഉൽപ്പാദിപ്പിച്ചു? 800 ടണ്ണിലധികം സ്വർണം ഉൽപ്പാദിപ്പിച്ചും കോളാർ ഗോൾഡ് ഫീൽഡ് ലോകത്തിൻ്റെ സ്വർണ്ണ ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം രേഖപ്പെടുത്തി. ഇനി സ്വർണ്ണ നിക്ഷേപം കൊണ്ടാണ് നമ്മുടെ കർണാടകയിലെ കോളാർ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വ്യാവസായിക നഗരങ്ങളിൽ ഒന്നായി മാറിയത്. ഇനി സ്വർണം എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നാം ഉപയോഗിക്കുന്നത്? അപ്പോൾ നമുക്കറിയാം, വൈദ്യുത ഉപകരണങ്ങളുടെ നിർമ്മാണം. അപ്പോൾ വൈദ്യുത ഉപകരണങ്ങളൊക്കെ നിർമ്മിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? സ്വർണം ഉപയോഗിക്കാറുണ്ട്. ഔഷധ നിർമ്മാണത്തിന് സ്വർണം ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ആഭരണ നിർമ്മാണത്തിന് എന്ത് ഉപയോഗിക്കാറുണ്ട്? സ്വർണം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പല പല ആവശ്യങ്ങൾക്കും നമ്മൾ സ്വർണം ഉപയോഗിക്കാറുണ്ട്. സ്വർണത്തിന് പുറമെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഏതെന്ന് പറയാമോ? അപ്പം നമ്മൾ സ്വർണത്തിന് പുറമെ എന്തൊക്കെയാണ് ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉപയോഗിക്കുന്നത്? സ്വർണം മാത്രമാണോ? അല്ല. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ, വസ്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇരുമ്പ്, വെള്ളി തുടങ്ങിയവയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്.
സ്വർണം, ഇരുമ്പ്, വെള്ളി തുടങ്ങിയവ പ്രകൃതിയിൽ നിന്നുമാണ് ലഭ്യമാകുന്നത്. അപ്പം നമുക്ക് ഈ സ്വർണവും വെള്ളിയും ഇരുമ്പും ഒക്കെ കിട്ടുന്നത് എവിടെ നിന്നാണ്? പ്രകൃതിയിൽ നിന്നുമാണ് സ്വർണം, വെള്ളി എന്നിവ ലഭ്യമാകുന്നത്. ഇത് കൂടാതെ പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന വായു, ജലം, മണ്ണ് തുടങ്ങിയ ഭൗതിക വസ്തുക്കളും നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് സ്വർണം, വെള്ളി, ഇരുമ്പ് ഇതൊന്നും മാത്രമല്ല, പിന്നെ എന്തൊക്കെയാണ്? വായു, ജലം, മണ്ണ് തുടങ്ങിയ ഭൗതിക വസ്തുക്കളും നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രാപ്തവും പ്രകൃതിയിൽ ലഭ്യവും സാങ്കേതികമായി പ്രാപ്യവും സാംസ്കാരികമായി സ്വീകാര്യവുമായ ഏതൊന്നിനെയും വിഭവം എന്ന് വിളിക്കാം. അപ്പോൾ എന്താ വിഭവം എന്ന് പറഞ്ഞാൽ, വിഭവം എന്നതിന് ഒരു ഡെഫിനിഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു നിർവചനം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രാപ്തവും, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രാപ്തമായിട്ടുള്ളതായിരിക്കണം, പ്രകൃതിയിൽ ലഭ്യവും, പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കണം, സാങ്കേതികമായി പ്രാപ്യവും സാംസ്കാരികമായി സ്വീകാര്യവുമായ ഏതൊന്നിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? വിഭവം എന്ന് വിളിക്കാം. അപ്പോൾ എന്താണ് വിഭവം എന്ന് മനസ്സിലായല്ലോ. ജലം, വായു, മണ്ണ് മുതലായ ഭൗതിക വസ്തുക്കൾ മാത്രമല്ല, അറിവ്, ആരോഗ്യം മുതലായ അഭൗതിക വസ്തുക്കളും വിഭവങ്ങളിൽ ഉൾപ്പെടുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഭൗതിക വസ്തുക്കളായ ജലം, വായു, മണ്ണ് ഇത് മാത്രമല്ല, പിന്നെന്തൊക്കെയാണ്? അറിവ്, ആരോഗ്യം ഇതൊക്കെ അഭൗതിക വസ്തുക്കളാണ്. ഇതും ഏതിൽ ഉൾപ്പെടുന്നുണ്ട്? വിഭവങ്ങളിൽ ഉൾപ്പെടുന്നു. മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് സമയവും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഏതൊരു വസ്തുവിനെയും വിഭവമാക്കി മാറ്റാം. അപ്പം നമ്മുടെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് സമയവും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഏതൊരു വസ്തുവിനെയും എന്താക്കി മാറ്റാം? വിഭവമാക്കി മാറ്റാം. ഇത് കൂടാതെ മനുഷ്യരുടെ കഴിവുകളെയും വിഭവമായി ഉപയോഗിക്കാറുണ്ട്. അപ്പം ഈ പറഞ്ഞ ഭൗതിക വസ്തുക്കളോ അഭൗതിക വസ്തുക്കളും മാത്രമല്ല, മറിച്ച് എന്തിനെ കൂടി? മനുഷ്യൻ്റെ അനുസരിച്ച് സമയവും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഏതൊരു വസ്തുവിനെയും എന്താക്കി മാറ്റാം? വിഭവമാക്കി മാറ്റാം. പിന്നെ നമ്മുടെ മനുഷ്യരുടെ കഴിവുകളെയും എന്താക്കി മാറ്റാം എന്ന് പറയുന്നു? വിഭവമാക്കി മാറ്റാം. അപ്പോൾ മനുഷ്യൻ്റെ കഴിവുകളെ നമ്മൾ വിഭവമാക്കി മാറ്റുന്നതിന് പറയുന്നതാണ് മാനവ വിഭവം എന്നാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ കഴിവുകളെ വിഭവമാക്കി മാറ്റുന്നതിന് എന്തെന്ന് പറയുന്നു? മാനവ വിഭവം എന്നാണ് വിളിക്കുന്നത്. ഉത്ഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭവങ്ങളെ പ്രധാനമായും പ്രകൃതി വിഭവങ്ങളെന്നും മനുഷ്യനിർമ്മിത വിഭവങ്ങളെന്നും രണ്ടായി തരംതിരിക്കാം. അപ്പം നമ്മൾ ഉത്ഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വിഭവങ്ങളെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത്. അത് ഏതൊക്കെയാണ്? ഒന്ന് പ്രകൃതി വിഭവം, മറ്റൊന്നെന്ത്? മനുഷ്യനിർമ്മിത വിഭവം. ഇനി ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള സംഭാഷണമാണ്. അമ്മേ, മനുഷ്യരും ഒരു വിഭവമാണോ? അതേ മോളെ, മനുഷ്യരും ഒരു വിഭവമാണ്. മാനവ വിഭവം എന്നാണ് പറയുന്നത്. അപ്പം നമുക്കതൊന്ന് നോക്കിപ്പോകാം. മനുഷ്യർ തൻ്റെ കഴിവ്, നൈപുണി, സാങ്കേതിക വിദ്യ എന്നിവ പ്രയോജനപ്പെടുത്തി ധാരാളം വിഭവങ്ങൾ രൂപപ്പെടുത്തുന്നതിനാൽ മനുഷ്യരെയും വിഭവമായി പരിഗണിക്കാവുന്നതാണ്. അപ്പം നമുക്കറിയാം, മാനവ വിഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യരുടെ കഴിവ്, നൈപുണ്യം, അവരുടെ സ്കില്ല്, നൈപുണ്യം, സാങ്കേതിക വിദ്യ എന്നിവ പ്രയോജനപ്പെടുത്തി എന്ത് ചെയ്യുന്നുണ്ട്? വിഭവങ്ങൾ രൂപപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തെന്ന് പറയുന്നു? മനുഷ്യരെയും വിഭവമായി പരിഗണിക്കുന്നുണ്ട്. ഇനി വിഭവങ്ങളെ നമ്മൾ പറഞ്ഞു രണ്ടായി തിരിച്ചു എന്ന് പറഞ്ഞു. അതിലൊന്നാമത്തേത് എന്താണ്? പ്രകൃതി വിഭവം. രണ്ടാമത്തേത് ഏതാണ്? മനുഷ്യനിർമ്മിത വിഭവങ്ങൾ. എന്താ പ്രകൃതി വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന വിഭവങ്ങളാണ് പ്രകൃതി വിഭവങ്ങൾ. പ്രകൃതി വിഭവങ്ങൾക്ക് ഉദാഹരണം വായു, ധാതുക്കൾ ഇവയൊക്കെ പ്രകൃതി വിഭവങ്ങളാണ്. ഇനി മനുഷ്യനിർമ്മിത വിഭവങ്ങൾ. മനുഷ്യർ നിർമ്മിക്കുന്ന വിഭവങ്ങളെയാണ് മനുഷ്യനിർമ്മിത വിഭവങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ റോഡ്, യന്ത്രങ്ങൾ ഇതൊക്കെ മനുഷ്യനിർമ്മിത വിഭവങ്ങളിൽ ഉൾപ്പെടുന്നു. പ്രകൃതി വിഭവങ്ങളെല്ലാം നമുക്ക് യഥേഷ്ടം ഉപയോഗിക്കാൻ കഴിയുമോ? അപ്പോൾ പ്രകൃതി വിഭവങ്ങളൊക്കെ നമുക്ക് യഥേഷ്ടം ഉപയോഗിക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് എല്ലാ വിഭവങ്ങളും ഒരേ പരിഗണനയോടെ ഉപയോഗിക്കാൻ സാധിക്കാത്തത്? കാരണം നമുക്കറിയാം, പ്രകൃതി വിഭവങ്ങൾ എല്ലായിടത്തും ലഭ്യമല്ല. അതുപോലെ ഉപയോഗിക്കും തോറും പ്രകൃതി വിഭവങ്ങൾ എന്ത് ചെയ്യുന്നു? തീർന്നു പോകുന്നു. പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യതയും പുനഃസ്ഥാപന ശേഷിയും
വ്യത്യസ്തമാണ്. പുനഃസ്ഥാപന ശേഷിയുടെ അടിസ്ഥാനത്തിൽ വിഭവങ്ങളെ രണ്ടായി തരംതിരിക്കാം. അതേതൊക്കെയാണ്? ഒന്നാമത്തേത് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ, രണ്ടാമത്തേത് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ. അപ്പോൾ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ പറയുമ്പോൾ ഉപയോഗാനന്തരം തീർന്നു പോകാത്തതും വീണ്ടും ഉപയോഗയോഗ്യവുമായ വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ. അപ്പം നമ്മൾ ഉപയോഗിക്കും തോറും എന്ത് ചെയ്യും? ഉപയോഗിച്ചു കൊണ്ടിരുന്നാലും എന്തില്ല, തീർന്നു പോകത്തില്ല. എന്നാൽ വീണ്ടും ഉപയോഗയോഗ്യവുമായ വിഭവങ്ങളെയാണ് നമ്മൾ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ എന്ന് പറയുന്നത്. പ്രകൃതിയിൽ തുടർച്ചയായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും മനുഷ്യന് എപ്പോഴും സുലഭമായി ലഭിക്കുന്നതുമായ വിഭവങ്ങളാണ് വീണ്ടും പുനരുപയോഗിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഉദാഹരണം ചോദിച്ചാൽ സൂര്യപ്രകാശം, കാറ്റ്, തിരമാല എന്നിവ ഇത്തരം വിഭവങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ സൂര്യപ്രകാശമുണ്ട്, കാറ്റുണ്ട്, തിരമാലയുണ്ട്, ഇവയൊക്കെ സുലഭമായി ലഭിക്കുന്ന വിഭവങ്ങളാണ്. ഇനി പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ, അത് പറയുന്നതിന് മുമ്പ് നമ്മൾ സമ്പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം പ്രത്യേകത എന്താണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തെ സമ്പൂർണ്ണമായി സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണിത്. അപ്പം ലോകത്തിലെ തന്നെ സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന, സമ്പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. പൊതുമേഖല, സ്വകാര്യ മേഖല പങ്കാളിത്തത്തോടെ തുടങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളമാണിത്. അപ്പോൾ പൊതുമേഖല അതുപോലെ സ്വകാര്യ മേഖല രണ്ടുപേരുടെയും പങ്കാളിത്തത്തോടെ തുടങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? കൊച്ചി വിമാനത്താവളമാണ്, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇനി നമ്മൾ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതും ഉപയോഗത്തിനനുസരിച്ച് അളവ് കുറയുന്നതുമായ വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ. അപ്പോൾ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതാണ്, അത് ഉപയോഗത്തിനനുസരിച്ച് എന്ത് ചെയ്യും? അളവ് കുറയുന്നതുമായ വിഭവങ്ങളെയാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ എന്ന് പറയുന്നത്. ഇരുമ്പ്, സ്വർണം, കൽക്കരി, പെട്രോളിയം തുടങ്ങിയവ ഇത്തരം വിഭവങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാൽ നമുക്ക് പറയാം ഇരുമ്പുണ്ട്, അതുപോലെ സ്വർണമുണ്ട്, കൽക്കരിയുണ്ട്, പെട്രോളിയം, ഇവയൊക്കെ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങളാണ്. ഇനി നമ്മൾ മുംബൈ ഹൈ അഥവാ ബോംബെ ഹൈയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ബോംബെ ഹൈ. മഹാരാഷ്ട്രയിലെ മുംബൈ തീരത്ത് നിന്നും 160 കിലോമീറ്റർ അകലെ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന വലിയ എണ്ണപ്പാടമാണ് മുംബൈ ഹൈ അഥവാ ബോംബെ ഹൈ എന്ന് പറയുന്നത്. ആദ്യകാല പേരാണ് ബോംബെ ഹൈ, ഇപ്പോൾ മുംബൈ ഹൈ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ മഹാരാഷ്ട്രയിലെ മുംബൈ തീരത്ത് നിന്നും എത്ര കിലോമീറ്റർ അകലെയാണ്? 160 കിലോമീറ്റർ അകലെ. ഏത് കടലിലാണ്? അറബിക്കടലിലാണ് ഈ വലിയ എണ്ണപ്പാടം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽത്തീര എണ്ണ ഖനന കേന്ദ്രങ്ങളിലൊന്നാണിത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽത്തീര എണ്ണ ഖനന കേന്ദ്രങ്ങളിൽ ഒന്ന് ഏതാണ്? അത് ബോംബെ ഹൈ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽത്തീര എണ്ണ ഖനന കേന്ദ്രങ്ങളിലൊന്നാണ് മുംബൈ ഹൈ എന്ന് പറയുന്നത്. 1974 ഈ എണ്ണപ്പാടം കണ്ടെത്തിയത്. അപ്പോൾ ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ അഥവാ ONGC ആണ്. ജലം, ലോഹങ്ങൾ, സൗരോർജം, കൽക്കരി, കാറ്റ്, പെട്രോളിയം. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്? ജലം തന്നിട്ടുണ്ട്, ലോഹങ്ങൾ, സൗരോർജം, കൽക്കരി, കാറ്റ്, പെട്രോളിയം. അപ്പോൾ തന്നിരിക്കുന്ന വിഭവങ്ങളിൽ നിന്നും പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയും പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയും തിരിച്ചറിഞ്ഞ് പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിതിൽ നിന്ന് കണ്ടെത്താം ഏതൊക്കെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൗരോർജം പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവ ഏതൊക്കെയാണ്? സൗരോർജം, നമ്മുടെ കാറ്റ്, ജലം, ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങളാണ്. ഇനി അടുത്ത് നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ് ലോഹങ്ങൾ,
കൽക്കരി, പെട്രോളിയം മുതലായവ. അപ്പോൾ ഏതൊക്കെയാണ്? ലോഹങ്ങളുണ്ട്, അതുപോലെ കൽക്കരി, പെട്രോളിയം, ഇവയൊക്കെ എന്ത് ചെയ്യാൻ കഴിയാത്തതാണ്? പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങളാണ്. മാനവ പുരോഗതിയുടെ വിവിധ ഘട്ടങ്ങളിൽ ഇരുമ്പും ചെമ്പും പോലുള്ള ധാതു വിഭവങ്ങൾ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് മുൻ ക്ലാസ്സുകളിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. ഇത്തരം വിഭവങ്ങൾ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ്. ഒരു പ്രദേശത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കുന്ന ഇത്തരം വിഭവങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് എന്താണ്? ഒരു പ്രദേശത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കുന്ന വിഭവങ്ങളെക്കുറിച്ചാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പേ നമുക്ക് ഒരു ചെറിയ കോളത്തിൽ ഇവിടെ ഖനനത്തെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. എന്താ ഖനനം എന്ന് പറഞ്ഞാൽ? ഭൗമോപരിതലത്തിൽ നിന്നോ ഭൗമാന്തർഭാഗത്ത് നിന്നോ മൂല്യവത്തായ വസ്തുക്കൾ കണ്ടെത്തി പുറത്തെടുക്കുന്ന പ്രക്രിയയാണ് ഖനനം. അപ്പോൾ നമ്മൾ ഭൗമോപരിതലത്തിൽ നിന്നോ അല്ലെങ്കിൽ ഭൗമാന്തർഭാഗത്ത് നിന്നോ ഭൂമിക്കടിയിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? മൂല്യവത്തായ വസ്തുക്കൾ കണ്ടെത്തി അതിനെ പുറത്തെടുക്കുന്ന പ്രക്രിയയ്ക്കാണ് ഖനനം എന്ന് പറയുന്നത്. ഖനനത്തെ ഉപരിതല ഖനനം, ഭൂഗർഭ ഖനനം എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ ഖനനത്തെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. എന്തൊക്കെയാണ്? ഒന്ന് ഉപരിതല ഖനനം, രണ്ടാമത്തത് ഭൂഗർഭ ഖനനം. അപ്പം ഇങ്ങനെ നമ്മൾ ഖനനത്തെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പറയുന്നത് ധാതുക്കൾ അഥവാ മിനറൽസിനെ കുറിച്ചാണ്. എന്താണ് ധാതുക്കൾ? പ്രകൃത്യാൽ രൂപപ്പെട്ടതും രാസഭൗതിക സവിശേഷതകളോട് കൂടിയതുമായ ജൈവ അജൈവ പദാർത്ഥങ്ങളാണ് ധാതുക്കൾ. അപ്പോൾ ധാതുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പ്രകൃത്യാൽ രൂപപ്പെട്ടതാണ്, അത് രാസഭൗതിക സവിശേഷതകളോട് കൂടിയതുമാണ്, അതുപോലെ ജൈവ അജൈവ പദാർത്ഥങ്ങളാണ് ധാതുക്കൾ. അപ്പോൾ ഇത്രയും സവിശേഷതകൾ ധാതുക്കൾക്കുണ്ട്. പ്രകൃത്യാൽ രൂപപ്പെട്ടത്, രാസഭൗതിക സവിശേഷതകളോട് കൂടിയത്, ജൈവ അജൈവ പദാർത്ഥങ്ങളാണ് ധാതുക്കൾ എന്ന് പറഞ്ഞാൽ. പെട്രോളിയം, ഇരുമ്പയിര്, ബോക്സൈറ്റ് തുടങ്ങിയവ ഇതിനുദാഹരണങ്ങളാണ്. അപ്പോൾ ധാതുക്കൾക്ക് ഉദാഹരണം ചോദിക്കാം. ഏതൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്? പെട്രോളിയം പറയാം, ഇരുമ്പയിര്, ബോക്സൈറ്റ് തുടങ്ങിയവ ധാതുക്കൾക്ക് ഉദാഹരണമാണ്. ഇത്തരം ധാതുക്കൾ നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇത്തരം ധാതുക്കളെ നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. ഭൂവൽക്കത്തിൽ അയിരിൻ്റെ രൂപത്തിൽ കാണപ്പെടുന്ന ധാതുക്കൾ ഖനനത്തിനും സംസ്കരണ പ്രക്രിയയ്ക്കും ശേഷം മാത്രമാണ് ഉപയോഗയോഗ്യമാകുന്നത്. അപ്പം നേരിട്ട് നമ്മൾ ഭൂവൽക്കത്തിൽ ചെന്ന് ഒരു ധാതു എടുത്ത് നമുക്ക് ഉപയോഗിക്കാനൊന്നും സാധിക്കത്തില്ല. മറിച്ച് എന്ത് ചെയ്യണം? ഭൂവൽക്കത്തിൽ അയിരിൻ്റെ രൂപത്തിൽ കാണപ്പെടുന്ന ധാതുക്കൾ ഖനനത്തിനും സംസ്കരണ പ്രക്രിയയ്ക്കും ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. ഖനനത്തിലൂടെ മാലിന്യങ്ങൾ കലർന്ന അസംസ്കൃത രൂപത്തിലാണ് ധാതുക്കൾ ഭൂവൽക്കത്തിൽ നിന്നും ലഭിക്കുന്നത്. അപ്പം നമുക്ക് ഈ ധാതുക്കൾ ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്നത് എങ്ങനെയാണ്? മാലിന്യങ്ങൾ കലർന്ന അസംസ്കൃത രൂപത്തിലാണ് ധാതുക്കൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് ലഭിക്കുന്നത്. അപ്പം ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അയിര് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അയിരെന്ന് ചോദിച്ചാൽ എന്ത് നമുക്ക് പറയാം? മാലിന്യങ്ങൾ കലർന്ന അസംസ്കൃത രൂപത്തിൽ ലഭിക്കുന്ന ധാതുക്കളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അയിരെന്ന് പറയുന്നത്. ഈ അയിരിനെ നമ്മൾ എന്ത് ചെയ്യും? വിവിധ സംസ്കരണ പ്രക്രിയകളിലൂടെ മാത്രമേ മൂല്യവത്തായ ധാതുക്കളാക്കി മാറ്റുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അയിരിനെ നേരെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? സംസ്കരണ പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്നു. അങ്ങനെയാണ് അയിര് നമ്മൾ ഉപയോഗിക്കുന്നത്. അയിരിനെ ധാതുവായിട്ട് നമ്മൾ ഉപയോഗിക്കും. ഇനി പെട്രോളിയം, ഇരുമ്പയിര്, ബോക്സൈറ്റ്. അപ്പം നമുക്ക് നോക്കാം. പെട്രോളിയം, ഇരുമ്പയിര്, ബോക്സൈറ്റ്. തന്നിരിക്കുന്ന ധാതുക്കളിൽ നിന്നും ലോഹത്തിൻ്റെ അംശമുള്ള ധാതുക്കളെ തിരിച്ചറിയുക. അപ്പോൾ നമുക്കിവിടെ ധാതുക്കൾ തന്നിട്ടുണ്ട്. അപ്പോൾ ധാതുക്കൾ, ലോഹത്തിൻ്റെ അംശമുള്ള ധാതുക്കൾ ഇതിൽ ഏതൊക്കെയാണ്? ഇരുമ്പയിരും ബോക്സൈറ്റുമാണെന്ന് നമുക്ക് അറിയാം. ഇതിൽ നിന്നും ചില ധാതുക്കളിൽ ലോഹത്തിൻ്റെ അംശമുള്ളതായി തിരിച്ചറിഞ്ഞില്ലേ? അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളുടെയും ഭൗതിക സവിശേഷതകളുടെയും അടിസ്ഥാനത്തിൽ ധാതുക്കളെ രണ്ടായി തരംതിരിക്കാം. അപ്പം നമ്മൾ ധാതുക്കളെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഏത് സവിശേഷതയുടെ അടിസ്ഥാനത്തിലാണ്? ഒന്നാമത്തേത്, ചില ധാതുക്കളിൽ ലോഹത്തിൻ്റെ അംശമുള്ളതായിട്ട് നമ്മൾ പഠിച്ചു. ഇനി ഇതിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളുടെയും
ഭൗതിക സവിശേഷതകളുടെയും അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ ധാതുക്കളിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ, അവയുടെ ഭൗതിക സവിശേഷത, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്തിരുന്നു? ധാതുക്കളെ രണ്ടായി തരംതിരിക്കുന്നു. അപ്പോൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേത് ലോഹധാതുക്കൾ, രണ്ടാമത്തേത് അലോഹധാതുക്കൾ. അപ്പം നമ്മൾ ലോഹധാതുക്കളെന്നും അലോഹധാതുക്കളെന്നും ധാതുക്കളെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? രണ്ടായി തിരിച്ചിട്ടുണ്ട്. അതിൽ ലോഹധാതുക്കൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇരുമ്പിൻ്റെ അംശമുള്ള ലോഹധാതുക്കളുമുണ്ട്, ഇരുമ്പിൻ്റെ അംശമില്ലാത്ത ലോഹധാതുക്കളുമുണ്ട്. അപ്പോൾ ലോഹധാതുക്കൾ തന്നെ രണ്ട് തരത്തിലുണ്ട്. അതിലൊന്ന് ഇരുമ്പിൻ്റെ അംശമുള്ളതാണ്, രണ്ടാമത്തെ ധാതു എന്താണ്? ഇരുമ്പിൻ്റെ അംശമില്ലാത്ത ലോഹധാതുക്കളാണ്. ഇനി അലോഹധാതുക്കളെയും നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. അതിലൊന്നാമത്തേത് ജൈവധാതുക്കളാണ്, രണ്ടാമത്തേത് അജൈവധാതുക്കൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ധാതുക്കൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ലോഹധാതുക്കളിലോട്ട് പോകാം. എന്താണ് ലോഹധാതുക്കൾ എന്ന് പറഞ്ഞാൽ? പ്രകൃതിയിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ലോഹത്തിൻ്റെ അംശമുള്ളവയാണ് ലോഹധാതുക്കൾ. അപ്പോൾ ലോഹധാതുക്കളുടെ പ്രത്യേകത എന്താണ്? പ്രകൃതിയിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ലോഹത്തിൻ്റെ അംശമുള്ളവയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലോഹധാതുക്കൾ എന്ന് പറയുന്നത്. സംസ്കരണ പ്രക്രിയയിലൂടെ ലോഹധാതുക്കളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം സാധാരണയായി കടുപ്പമുള്ളതും തിളക്കമുള്ളതുമാണ്. അപ്പോൾ ലോഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? ലോഹധാതുക്കളുടെ പ്രത്യേകതയാണ് നമ്മൾ പറയുന്നത്. പ്രകൃതിയിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ലോഹത്തിൻ്റെ അംശമുള്ളവയാണ് ലോഹധാതുക്കൾ എന്ന് പറഞ്ഞു. സംസ്കരണ പ്രക്രിയയിലൂടെ ലോഹധാതുക്കളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം സാധാരണയായി കടുപ്പമുള്ളതും തിളക്കമുള്ളതുമാണ്. ബോക്സൈറ്റിൽ നിന്നും അലൂമിനിയം വേർതിരിച്ചെടുക്കുന്നത് ഇതിന് ഉദാഹരണമാണ്. അപ്പം അങ്ങനെ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ്? ബോക്സൈറ്റിൽ നിന്നും അലൂമിനിയം വേർതിരിച്ചെടുക്കുന്നു. ഇരുമ്പിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോഹധാതുക്കളെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇരുമ്പിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോഹധാതുക്കളെ നമ്മൾ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഇവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. അതിലൊന്നാമത്തേത് ഇരുമ്പിൻ്റെ അംശമുള്ള ലോഹങ്ങൾ, രണ്ടാമത്തേത് ഇരുമ്പിൻ്റെ അംശമില്ലാത്ത ലോഹങ്ങൾ. അപ്പം നമ്മൾ ഇരുമ്പിൻ്റെ സാന്നിധ്യം അനുസരിച്ച് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിലൊന്നാമത്തെ എന്താണ്? ഇരുമ്പിൻ്റെ അംശമുള്ള ലോഹങ്ങളുമുണ്ട്, ഇരുമ്പിൻ്റെ അംശമില്ലാത്ത ലോഹങ്ങളുമുണ്ട്. അപ്പം ഇരുമ്പിൻ്റെ അംശമുള്ള ലോഹങ്ങളുടെ പ്രത്യേകത എന്താണ്? ചാരനിറത്തിൽ കാണപ്പെടുന്നു. ഇരുമ്പിൻ്റെ അംശമുണ്ടെങ്കിൽ അത് ചാരനിറത്തിലാണ് കാണപ്പെടുന്നത്. ഇനി ഇരുമ്പിൻ്റെ അംശമുള്ളത് കൊണ്ട് തന്നെ അതിനെന്ത് സ്വഭാവമുണ്ട്? കാന്തിക സ്വഭാവമുള്ളവയാണ്. ഇരുമ്പിൻ്റെ അംശമുള്ളത് കൊണ്ട് തന്നെ ഭാരം കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ ഇരുമ്പിൻ്റെ അംശമുള്ള ലോഹങ്ങളുടെ പ്രത്യേകത എന്തൊക്കെയാണ് പറഞ്ഞത്? ചാരനിറത്തിൽ കാണപ്പെടുന്നു, കാന്തിക സ്വഭാവമുണ്ട്, ഭാരം കൂടുതലാണ്. ഇനി ഇരുമ്പിൻ്റെ അംശമില്ലാത്ത ലോഹങ്ങളുടെ പ്രത്യേകത നോക്കാം. വ്യത്യസ്ത നിറങ്ങളിൽ കാണപ്പെടുന്നു. ഇരുമ്പിൻ്റെ അംശമില്ലാത്ത ലോഹങ്ങളാണെങ്കിൽ അത് വ്യത്യസ്ത നിറങ്ങളിൽ കാണപ്പെടും. കാന്തിക സ്വഭാവമില്ലാത്തവയാണ്, കാന്തിക സ്വഭാവം ഉണ്ടായിരിക്കില്ല. താരതമ്യേന ഭാരം കുറവാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇരുമ്പിൻ്റെ അംശമുള്ള ലോഹങ്ങളെയും ഇല്ലാത്തവയെയും തമ്മിൽ വേർതിരിച്ചത്. അടുത്ത് നമ്മൾ പറയുന്നത് ഇരുമ്പയിരുകളെ കുറിച്ചാണ്. ഇരുമ്പയിരുകൾ എന്ന് പറയുമ്പോൾ എന്താ, ഇവിടെ കുറച്ച് ചിത്രം തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഇരുമ്പയിരുകളാണ്? മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്. അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ട ഇരുമ്പയിരുകളാണ്. ഏതൊക്കെയാണ് ഇരുമ്പിൻ്റെ അയിരുകൾ? മാഗ്നറ്റൈറ്റ് ഉണ്ട്, ഹേമറ്റൈറ്റ് ഉണ്ട്, ലിമോണൈറ്റ് ഉണ്ട്, സിഡറൈറ്റ് ഉണ്ട്. ചിലപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ഇരുമ്പിൻ്റെ അയിര് ഉൾപ്പെടാത്തതേത് അല്ലെങ്കിൽ ഉൾപ്പെടുന്നതേത് എന്നൊക്കെ നമ്മളോട് ചോദിക്കാം. അപ്പം നമ്മൾ പറയുക എന്താണ്? മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ് എന്നിവയാണ് ഇരുമ്പിൻ്റെ അയിരുകൾ എന്ന് പറയുന്നത്. അടങ്ങിയിരിക്കുന്ന ഇരുമ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുമ്പയിരിനെ നാലായി തരംതിരിക്കാം. അപ്പം എങ്ങനെയാ? അടങ്ങിയിരിക്കുന്ന ഇരുമ്പിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇരുമ്പയിരിനെ നാലായി തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തേത് മാഗ്നറ്റൈറ്റ്, രണ്ടാമത്തേത് ഹേമറ്റൈറ്റ്, മൂന്നാമത്തേത് ലിമോണൈറ്റ്, നാലാമത്തേത് സിഡറൈറ്റ്. മാഗ്നറ്റൈറ്റിനെ കറുത്ത അയിര് എന്ന് വിളിക്കുന്നു. അപ്പം കറുത്ത അയിര് എന്ന് വിളിക്കുന്ന ഇരുമ്പയിര് ഏതാണെന്ന് ചോദിക്കും. ഏതാണ്? മാഗ്നറ്റൈറ്റ് ആണ് കറുത്ത അയിര് എന്ന് അറിയപ്പെടുന്നത്. മികച്ച ഗുണനിലവാരമുള്ള മാഗ്നറ്റൈറ്റ് തമിഴ്നാട്, കർണാടകം, ജാർഖണ്ഡ്, ഗോവ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കാണപ്പെടുന്നു. അപ്പോൾ മാഗ്നറ്റൈറ്റ് കാണപ്പെടുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ്? എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? പ്രധാനമായിട്ടും മാഗ്നറ്റ് തമിഴ്നാടിലുണ്ട്, കർണാടകം,
ഝാർഖണ്ഡ്, ഗോവ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ എന്തുണ്ട്? നമ്മുടെ മാഗ്നറ്റൈറ്റ് കാണപ്പെടുന്നു. അപ്പോൾ മാഗ്നറ്റൈറ്റ് അറിയപ്പെടുന്നത് എന്ത് പേരിലാ? കറുത്ത അയിര് എന്നാണ് മാഗ്നറ്റൈറ്റിനെ വിളിക്കുന്നത്. ഇനി നമ്മൾ പറയുന്നത് അലോഹധാതുക്കളെ കുറിച്ചാണ്. അപ്പൊ അലോഹധാതുക്കളെ കുറിച്ച് നോക്കാം. ലോഹത്തിന്റെ അംശമില്ലാത്ത ധാതുക്കളെ അലോഹധാതുക്കൾ എന്ന് പറയുന്നു. അപ്പൊ അലോഹധാതുക്കളുടെ പ്രത്യേകത എന്താണ്? ലോഹത്തിന്റെ അംശമില്ലാത്ത ധാതുക്കളെയാണ് നമ്മൾ അലോഹധാതുക്കൾ എന്ന് പറയുന്നത്. അലോഹധാതുക്കൾക്ക് കാഠിന്യവും തിളക്കം, വഴക്കം തുടങ്ങിയ ഗുണങ്ങൾ താരതമ്യേന കുറവാണ്. അപ്പൊ അലോഹധാതുക്കൾക്ക് എന്തൊക്കെ കുറവാണ്? കാഠിന്യം കുറവാണ്, അലോഹധാതുക്കൾക്ക് തിളക്കം കുറവാണ്, വഴക്കം കുറവാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ആർക്ക് കുറവാ? അലോഹധാതുക്കൾക്ക് കുറവാണ്. അപ്പൊ ലോഹത്തിന്റെ അംശമില്ലാത്തവയാണ് എന്ത്? അലോഹധാതുക്കൾ എന്ന് പറയുന്നത്. ജൈവധാതുക്കളെന്നും അജൈവധാതുക്കളെന്നും അലോഹധാതുക്കളെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. അപ്പൊ അലോഹധാതുക്കളെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? ജൈവധാതുക്കളും അജൈവധാതുക്കളും. കൽക്കരി, പെട്രോളിയം പോലുള്ള ജൈവധാതുക്കളിൽ ജൈവിക ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ ജൈവധാതുക്കളിൽ ഉൾപ്പെടുന്നതാണ് ആരാ? പെട്രോളിയം, കൽക്കരി, ഇതൊക്കെ ഏതിലുള്ളതാണ്? ജൈവധാതുക്കളിൽ ഉൾപ്പെടുന്നതാണ്. ഇനി ജൈവധാതുക്കളിൽ എന്തുണ്ട്? ജൈവിക ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഗ്രാഫൈറ്റ്, കളിമണ്ണ് പോലുള്ള അജൈവധാതുക്കളിൽ അജൈവിക ഘടകങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അജൈവധാതുക്കൾ ഏതൊക്കെയാണ്? ഗ്രാഫൈറ്റ്, കളിമണ്ണ്, ഇതൊക്കെയാണ് അജൈവധാതുക്കളിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഇതിലെന്തടങ്ങിയിട്ടുണ്ട്? അജൈവിക ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇനി തന്നിരിക്കുന്ന ലോഹധാതുക്കളുടെയും അലോഹധാതുക്കളുടെയും ഉപയോഗം കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൂടി നമുക്ക് നോക്കാം. ലോഹധാതുക്കളും ഉപയോഗവും. അപ്പം ഇരുമ്പ് എന്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു? ഇരുമ്പ് നമ്മൾ കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. സ്വർണം പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആഭരണ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ചെമ്പ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു? വൈദ്യുത കമ്പികളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ചെമ്പ് ഉപയോഗിക്കുന്നു. ചെമ്പ് പാത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ചെമ്പ് തകിടുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ചെമ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി അലോഹധാതുക്കളും അതിൻ്റെ ഉപയോഗവും എന്താണ്? ഗ്രാഫൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് പെൻസിൽ നിർമ്മാണത്തിനാണ് ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നത്. ഇനി പെട്രോൾ എന്തിനു ഉപയോഗിക്കുന്നു? വാഹനങ്ങൾക്ക് നമ്മൾ എണ്ണയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പെട്രോള്. അതുപോലെ കളിമണ്ണ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു? കളിമണ്ണ് നമ്മൾ അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു, പ്രതിമകൾ ഉണ്ടാക്കാൻ നിർമ്മിക്കുന്നു, അതുപോലെ ഇഷ്ടികകൾ ഉണ്ടാക്കാനൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? കളിമണ്ണ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി നോക്കിയേ, വൈവിധ്യമാർന്ന ധാതുക്കളാൽ സമ്പന്നമാണ് ഇന്ത്യ. രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ ധാതു വൈവിധ്യത്തിന് കാരണമായിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ധാതുക്കൾ അസന്തുലിതമായാണ് പ്രകൃതിയിൽ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ധാതു നിക്ഷേപങ്ങളുടെ വിതരണത്തെയാണ് അടുത്ത് ഒരു ഭൂപടത്തിൽ തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇന്ത്യ ധാതു വിഭവങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു മാപ്പാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് സൂചികകളും തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ സൂചികയിൽ കുറച്ച് പല കളറായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആസ്ബറ്റോസ്, ബോക്സൈറ്റ്, കൽക്കരി, ചെമ്പ്, ഡോളമൈറ്റ്, സ്വർണം, ജിപ്സം, ഇരുമ്പ്, ലെഡ്, സിങ്ക്. ലെഡും സിങ്കും ഒരു സ്റ്റാറിൽ തന്നിട്ടുണ്ട്. ഇനി വേറൊരു സ്റ്റാറിൽ തന്നിട്ടുണ്ട് ചുണ്ണാമ്പ് കല്ല്, മാംഗനീസ്, മൈക്ക, പെട്രോളിയവും പ്രകൃതിവാതകവും. അപ്പോൾ ഇത് ഇത്രയും ആണ്. ഇതൊക്കെ ഓരോരോ സ്ഥലങ്ങളിൽ എവിടെയൊക്കെയാണ് എന്നാണ് നമുക്ക് സൂചികയിൽ തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഒന്ന് നോക്കാം. അപ്പം നമുക്ക് ആദ്യം ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ആസ്ബറ്റോസ് ആണ് തന്നിരിക്കുന്നത്. ആസ്ബറ്റോസ് തന്നിരിക്കുന്നത് നമ്മുടെ ഈ ഒരു കളർ കണ്ടല്ലോ, ഇതിലാണ് ആസ്ബറ്റോസ് ഉള്ളത്, ഈ ഒരു വൃത്തത്തിനകത്ത് ഉള്ളതിൽ. അപ്പം നമുക്ക് ഇവിടെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ആസ്ബറ്റോസ് ഉള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഒഡീഷയിൽ ഇതാണ് നമ്മൾ ആസ്ബറ്റോസിൻ്റെ ഉള്ളതിൻ്റെ ചിഹ്നം. അപ്പോൾ ഒഡീഷയിലുണ്ട്, ഒഡീഷ. പിന്നെ വന്നിട്ട് ആന്ധ്രാപ്രദേശ് ഇവിടെ കിടപ്പുണ്ട്, ആന്ധ്രാപ്രദേശ്.
അതുപോലെ കർണാടക, ഈ 3 സ്ഥലങ്ങളിലാണ് എന്തുള്ളത്? ആസ്ബറ്റോസ് കാണപ്പെടുന്നത്. അപ്പോൾ ആസ്ബറ്റോസ് ധാരാളമായിട്ട് കാണപ്പെടുന്ന 3 സംസ്ഥാനങ്ങളാണ് ആന്ധ്രാപ്രദേശും കർണാടകയും ഒഡീഷയുമാണ്. അടുത്ത നമ്മൾ ബോക്സൈറ്റ് ആണ് പറയുന്നത്. ബോക്സൈറ്റ് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു ചിഹ്നമാണ് ബോക്സൈറ്റിന് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എവിടെയൊക്കെയാണ് ബോക്സൈറ്റ് കൂടുതലുള്ളത്. ഇവിടെ തമിഴ്നാടിൻ്റെ ഭാഗമായ പുതുച്ചേരി, തമിഴ്നാട്ടിൽ ബോക്സൈറ്റിൻ്റെ നിക്ഷേപമുണ്ട്. ഇവിടെ തമിഴ്നാട്. ലക്ഷദ്വീപ്, അതായത് കേരളം, ലക്ഷദ്വീപിലുണ്ട്. പിന്നീട് തെലങ്കാന വന്നിട്ട് തെലങ്കാനയിൽ എന്തുണ്ട്? നമ്മുടെ ബോക്സൈറ്റ് നിക്ഷേപമുണ്ട്. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ദാദ്ര നാഗർ ഹവേലി, അതായത് മഹാരാഷ്ട്രയിലുണ്ട്, മഹാരാഷ്ട്ര. പിന്നെ എവിടെയാണ്? ഗുജറാത്ത്, ഗുജറാത്ത്, ഉത്തർപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് എന്ത് ഉള്ളത്? നമ്മുടെ ബോക്സൈറ്റ് നിക്ഷേപമുള്ളത്. ബോക്സൈറ്റ് നിക്ഷേപം. അതുപോലെ ബീഹാറിലുമുണ്ട്. ബീഹാറിലും എന്തുണ്ട്? ബോക്സൈറ്റ് കിടക്കുന്നത്. ബോക്സൈറ്റ് നിക്ഷേപമുണ്ട്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിലാണ് എന്ത് ഉള്ളത്? ഒഡീഷയിലുമുണ്ട്. ഒഡീഷയിലും ഇവിടെ ഒഡീഷയും തന്നിട്ടുണ്ട്. ഒഡീഷയിലും ബോക്സൈറ്റ് നിക്ഷേപമുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ഇതുപോലെ ജാർഖണ്ഡിലുമുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഒന്നുകൂടി പറയാം. നമ്മുടെ ഒഡീഷ, ജാർഖണ്ഡ്, ബീഹാർ, ഛത്തീസ്ഗഡ്, പിന്നീട് പറഞ്ഞ മഹാരാഷ്ട്ര, തെലങ്കാന, നമ്മുടെ തമിഴ്നാട്, കേരളം, അതായത് ലക്ഷദ്വീപിൽ, ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ബോക്സൈറ്റ് നിക്ഷേപം പറഞ്ഞത്. ഉത്തർപ്രദേശിലുണ്ട്, ഗുജറാത്തിലും, മധ്യപ്രദേശിലും, ഛത്തീസ്ഗഡിലും, ഒഡീഷയിലും ഒക്കെ, ജാർഖണ്ഡിലും ബീഹാറിലും ഒക്കെ എന്തുണ്ട്? ബോക്സൈറ്റ് നിക്ഷേപമുണ്ട്. അടുത്ത് നമ്മൾ പറയുന്നത് കൽക്കരിയാണ്. കൽക്കരി എവിടെയൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമ്മളൊരു കറുത്ത പൊട്ടാണ് നമ്മുടെ കൽക്കരി നിക്ഷേപത്തിന് വേണ്ടി തന്നിരിക്കുന്നത്. എവിടെയൊക്കെയാണ് കൽക്കരി നിക്ഷേപം ഉള്ളതെന്ന് നമുക്ക് ഓടിച്ചെന്ന് നോക്കി വരാം. എവിടെയൊക്കെയാണ് കൽക്കരി നിക്ഷേപമുള്ളത്? നമ്മുടെ മഹാരാഷ്ട്രയിലുണ്ട്. നമ്മുടെ മഹാരാഷ്ട്രയിൽ കൽക്കരി നിക്ഷേപമുള്ള സ്ഥലമാണ്. ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് തരാം. അപ്പോൾ മഹാരാഷ്ട്രയിലുണ്ട്. അതുപോലെ മധ്യപ്രദേശിൽ കൽക്കരി നിക്ഷേപമുണ്ട്. ഒഡീഷയിലുണ്ട്. പിന്നെയോ ഒഡീഷ, അതാ ഇവിടെയൊക്കെ തോന സ്ഥലങ്ങളുണ്ട്. പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, പിന്നെ നമ്മുടെ വന്നിട്ട് അരുണാചൽ പ്രദേശ്, ആസാം, മേഘാലയ, പിന്നെ എവിടെയാണ്? ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഇവിടെയൊക്കെ എന്തുണ്ട്? കൽക്കരി നിക്ഷേപമുണ്ട്. പിന്നെ ഒരു സ്ഥലത്തുകൂടിയുണ്ട്. എവിടെയാണ്? ജമ്മു കാശ്മീരിലും എന്തുണ്ട്? നമ്മുടെ കൽക്കരി നിക്ഷേപമുണ്ട്. ഇനി നമ്മൾ ചെമ്പാണ്. ഇതുപോലെ ഒരു ചതുരം, ഇതാണ് ചെമ്പ് ഉള്ള സ്ഥലങ്ങൾക്ക് നമുക്ക് തന്നിരിക്കുന്ന ഒരു സൂചിക എന്ന് പറയുന്നത്. ചെമ്പ് എവിടെയൊക്കെയെന്ന് നമുക്ക് നോക്കാം. ചെമ്പുള്ളത് കർണാടകം, ഇവിടെ കർണാടകയിൽ ചെമ്പുണ്ട്. ആന്ധ്രാപ്രദേശിലുണ്ട്. പിന്നെ എവിടെയാണ്? ഒഡീഷ, പശ്ചിമ ബംഗാൾ, ബീഹാർ, ഇവിടെ മധ്യപ്രദേശ്, ഗുജറാത്ത്, പിന്നീട് ഉത്തരാഖണ്ഡ്, ഇവിടെയൊക്കെ ചെമ്പ് നിക്ഷേപമുള്ള സ്ഥലങ്ങളാണ്. ഉത്തരാഖണ്ഡ്. പിന്നെ എവിടെയാണ്? സിക്കിമിലുണ്ട്. ബീഹാർ, ഇവിടെയൊക്കെ എന്തുണ്ട്? നമ്മുടെ ഈ ഒരു എന്താണ്? നമ്മുടെ ചെമ്പ് നിക്ഷേപമുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഡോളമൈറ്റാണ് പറയുന്നത്. ഡോളമൈറ്റിന് ഈ ഒരു റെഡ് സൂചികയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഡോളമൈറ്റ് എവിടെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കി വരാം. ഡോളമൈറ്റ് ഉള്ളത് നമ്മുടെ മഹാരാഷ്ട്രയിൽ ഡോളമൈറ്റ് ഉണ്ട്. മഹാരാഷ്ട്ര,
ഒഡീഷ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, നമ്മുടെ മഹാരാഷ്ട്ര ഇവിടെയൊക്കെ എന്തുണ്ട്? ഡോളമൈറ്റ് ഉണ്ട്. അതുപോലെ ജാർഖണ്ഡ്, ബീഹാർ ഇവിടെയുമുണ്ട്. ജാർഖണ്ഡ്, ബീഹാർ ഇവിടെയൊക്കെ എന്തുണ്ട്? നമ്മുടെ ഈ പറഞ്ഞ എന്ത് നിക്ഷേപമുണ്ട്? ഡോളമൈറ്റ് നിക്ഷേപമുണ്ട്. പിന്നീട് ഇതാ ഉത്തരാഖണ്ഡിലുമുണ്ട്. ഉത്തരാഖണ്ഡ്, ഹരിയാന ഇവിടെയൊക്കെ എന്തുണ്ട്? ഹരിയാന അല്ല, ഹരിയാന ബോർഡർ ആയിട്ടാണ് വരുന്നത്. രാജസ്ഥാനിലാണ് കേട്ടോ, രാജസ്ഥാനിലാണ്. ഹരിയാനയുടെ ഇത് ഇങ്ങോട്ടാണ്. അപ്പോൾ രാജസ്ഥാനിലാണ് നമ്മുടെ എന്തുള്ളത്? കൂടുതലായിട്ട് ഇവിടെയൊക്കെ ഉണ്ട് എന്തിൻ്റെ ഈ ഒരു അപ്പോൾ ഈ ഒരു ഡോളമൈറ്റിൻ്റെ നിക്ഷേപം നമ്മൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. രാജസ്ഥാനിലുണ്ട്, അതുപോലെ ഉത്തരാഖണ്ഡിൽ പറഞ്ഞു. പിന്നീട് എവിടെയാണ്? ബീഹാറിൽ, ജാർഖണ്ഡിൽ, ഛത്തീസ്ഗഡിൽ, ഒഡീഷയിൽ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഡോളമൈറ്റ് നിക്ഷേപമുള്ളത്. ഇനി നമ്മൾ പറയുന്നത് സ്വർണ്ണമാണ്. സ്വർണ്ണം ദാ ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് സ്വർണത്തിൻ്റെ കളർ തന്നെയാണ് തന്നിരിക്കുന്നത്. എവിടെയൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ പഠിച്ചു വന്നതുപോലെ നമ്മുടെ കേരളത്തിൽ എന്തുണ്ട്? സ്വർണത്തിൻ്റെ നിക്ഷേപമുണ്ട്. ഇതാ അവിടെ കേരളം തന്നിട്ടുണ്ട്. അതേപോലെ കർണാടകം, ആന്ധ്രാപ്രദേശ്, പിന്നെ എവിടെയാണ്? ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, ജാർഖണ്ഡ് ഉണ്ട്. പിന്നെയോ ഈ സ്ഥലങ്ങളിലൊക്കെയാണ് സ്വർണത്തിൻ്റെ നിക്ഷേപമുള്ളത്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ സ്വർണ്ണ നിക്ഷേപം ഇവിടെയൊക്കെ പറഞ്ഞു. മധ്യപ്രദേശ് പറഞ്ഞു, അതുപോലെ ജാർഖണ്ഡ് പറഞ്ഞു, ആന്ധ്രാപ്രദേശ്, കർണാടകം, നമ്മുടെ കേരളം എന്നിവിടങ്ങളിലാണ് എന്തുള്ളത്? സ്വർണ്ണ നിക്ഷേപമുള്ളത്. ഇനി വരുന്നത് ജിപ്സമാണ്. ജിപ്സത്തിന് ഒരു ത്രികോണം പോലെ തന്നിട്ടുണ്ട്. നമുക്ക് ജിപ്സത്തിൻ്റെ നിക്ഷേപമുള്ളത് എവിടെയൊക്കെയാണെന്ന് നോക്കാം. ജിപ്സം വരുന്നത് തമിഴ്നാടുണ്ട്, തമിഴ്നാട്, അതുപോലെ നമ്മുടെ അപ്പോൾ ജിപ്സമുള്ളത് തമിഴ്നാട്. അപ്പോൾ ജിപ്സമുള്ളത് എവിടെയൊക്കെയാണ്? ജിപ്സത്തിൻ്റെ നിക്ഷേപമുള്ളത് തമിഴ്നാട്. പിന്നീട് എവിടെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ തമിഴ്നാട് പറഞ്ഞു. അതുപോലെ രാജസ്ഥാനിൽ ധാരാളമായിട്ടുണ്ട് കേട്ടോ ജിപ്സത്തിൻ്റെ നിക്ഷേപം. രാജസ്ഥാൻ. പിന്നെ വരുന്നത് രാജസ്ഥാൻ, തമിഴ്നാട്, ഉത്തരാഖണ്ഡ് വരുന്നുണ്ട്. ഉത്തരാഖണ്ഡിലുണ്ട്. പിന്നീട് എവിടെയാണ്? അപ്പോൾ ഇത്ര സ്ഥലങ്ങളിലെ ജിപ്സത്തിൻ്റെ നിക്ഷേപമുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എവിടെയൊക്കെയാണ്? തമിഴ്നാടിലും രാജസ്ഥാനിലും ധാരാളമായിട്ട് ജിപ്സത്തിൻ്റെ നിക്ഷേപം ഉണ്ട്. പിന്നെ ഉത്തരാഖണ്ഡിലുമുണ്ട്. ഇനി ഇരുമ്പാണ്. ഇരുമ്പ് എവിടെയൊക്കെയാണെന്ന് നോക്കാം. ഇരുമ്പ് വരുന്നത് ഇരുമ്പിന് ഇതുപോലൊരു സൂചികയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇരുമ്പ് എവിടെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കേരളത്തിലുണ്ട് ഇരുമ്പ്. കേരളം, തമിഴ്നാട്, പിന്നെ എവിടെയാണ്? ഛത്തീസ്ഗഡ്, ഒഡീഷ. അപ്പോൾ ഛത്തീസ്ഗഡ് ഉണ്ട്, ഒഡീഷ ഉണ്ട്, ജാർഖണ്ഡിലുണ്ട്, ഉത്തർപ്രദേശ് അവിടെ ഉത്തർപ്രദേശിലുണ്ട്. ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് നമ്മൾ പറഞ്ഞു. ഇവിടെ ബീഹാർ, ഇവിടെ ജാർഖണ്ഡിലുണ്ട്. ബീഹാറിലില്ല കേട്ടോ, ബീഹാറില്ല. ജാർഖണ്ഡിലുണ്ട്. രാജസ്ഥാനിലുണ്ട് ഇരുമ്പ് നിക്ഷേപം, രാജസ്ഥാനിലുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെയാണ് ഇരുമ്പിൻ്റെ നിക്ഷേപം ഉള്ളത്. അപ്പോൾ രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ജാർഖണ്ഡ് പറഞ്ഞു, കർണാടകം, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിലാണ് ഇരുമ്പ് നിക്ഷേപമുള്ളത്. ഇനി നമ്മൾ പറയുന്നത് ലെഡ്, സിങ്ക് എന്നിവ എവിടെയാണ്? ഒരു റെഡ് സ്റ്റാറിൽ തന്നിട്ടുണ്ട്. ലെഡിൻ്റെയും സിങ്കിൻ്റെയും നിക്ഷേപമുള്ള സ്ഥലങ്ങൾ തെലങ്കാനയിലുണ്ട്.
ഇവിടെ തന്നിട്ടുണ്ട് തെലങ്കാനയിലുണ്ട്. ഇനി നമ്മുടെ മഹാരാഷ്ട്രയിലുണ്ട്, മഹാരാഷ്ട്രയിൽ, അതുപോലെ തെലങ്കാനയിൽ, പിന്നെ എവിടെയാണ് ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ്, ഇവിടെയൊക്കെ ലഡ്ഡ് ഉണ്ട്. അപ്പോൾ എവിടെയൊക്കെയാണ് ഉള്ളത്? ഉത്തരാഖണ്ഡിലുണ്ട്, രാജസ്ഥാനിലുണ്ട്, ഉത്തർപ്രദേശിലുണ്ട്, ഗുജറാത്തിലുണ്ട്, മഹാരാഷ്ട്രയിലും തെലങ്കാനയിലും എന്തുണ്ട്? നമ്മൾ ഈ പറഞ്ഞ ലഡും സിങ്കും നിക്ഷേപമുണ്ട്. ഇനി ചുണ്ണാമ്പ് കല്ല് ഒരു പച്ച സ്റ്റാറിലാണ് തന്നിരിക്കുന്നത്. ചുണ്ണാമ്പ് കല്ല് എവിടെയൊക്കെയാണെന്ന് നോക്കാം. ചുണ്ണാമ്പ് കല്ല് ഉള്ളത് തമിഴ്നാട്, തമിഴ്നാട് ഉണ്ട്, തമിഴ്നാട് ഉണ്ട്. അതുപോലെ പിന്നെ എവിടെയാണ്? നമ്മുടെ ഗോവയിൽ, അതുപോലെ കർണാടകത്തിലും എന്തുണ്ട്? കർണാടകത്തിൽ ധാരാളമായിട്ടുണ്ട് ചുണ്ണാമ്പ് കല്ല്, കർണാടകം. പിന്നെ പറഞ്ഞു വരുമ്പോൾ ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ബീഹാർ, ഉത്തർപ്രദേശ്, മണിപ്പൂർ, മേഘാലയ, ഇവിടെയൊക്കെ എന്തുണ്ട്? ചുണ്ണാമ്പ് കല്ലുണ്ട്. ഉത്തരാഖണ്ഡിൽ നമ്മൾ പറഞ്ഞു. അതുപോലെ രാജസ്ഥാനിലുണ്ട്, ചണ്ഡീഗഡിലുണ്ട്, കാശ്മീരിലുണ്ട്. ഇവിടെയൊക്കെ എന്തുണ്ട്? ചുണ്ണാമ്പ് കല്ല് ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ചുണ്ണാമ്പ് കല്ല് ഒരുപാട് സംസ്ഥാനങ്ങളിൽ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് എന്താണ്? മാംഗനീസ് ആണ്. മാംഗനീസിന് ഒരു കുരിശിൻ്റെ ചിഹ്നമാണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എവിടെയൊക്കെയാണ് മാംഗനീസ് ഉള്ളതെന്ന് നോക്കാം. മാംഗനീസ് വന്നിട്ട് നമ്മുടെ ഗോവയിൽ, കർണാടകമാണ് കേട്ടോ, ഗോവയിൽ ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഗോവയിലല്ല, കർണാടകത്തിൽ മാംഗനീസ് നിക്ഷേപമുണ്ട്. അതുപോലെ മഹാരാഷ്ട്രയിലുണ്ട്, ഒഡീഷയിലുണ്ട് മാംഗനീസിൻ്റെ നിക്ഷേപം, ഒഡീഷയിലുണ്ട്, ഗുജറാത്തിലുണ്ട്, ഇവിടെ ഗുജറാത്തിലുണ്ട്. പിന്നെ വന്നിട്ട് മധ്യപ്രദേശിലുണ്ട്, മധ്യപ്രദേശിൻ്റെ ബോർഡറിലായിട്ട് ഇവിടെ തന്നിട്ടുണ്ട് മാംഗനീസ് നിക്ഷേപം, മധ്യപ്രദേശിലുണ്ട്. പിന്നെ ബീഹാറിലുണ്ട്, ബീഹാറിലുണ്ട്. പിന്നെ എവിടെയാണ് വരുന്നത്? രാജസ്ഥാനിലുണ്ട്, രാജസ്ഥാനിലും എന്തുണ്ട്? മാംഗനീസ് നിക്ഷേപമുണ്ട്. അടുത്ത് നമ്മൾ പറയുന്നത് മൈക്കയാണ്. അപ്പോൾ ഈ ഒരു ഇതാണ് മൈക്കയ്ക്ക് നമുക്ക് തന്നിരിക്കുന്നത്. മൈക്ക എവിടെയൊക്കെ ഉണ്ടെന്നൊന്ന് നോക്കാം. മൈക്ക കാണപ്പെടുന്നത് നമ്മുടെ ഇവിടെ തമിഴ്നാട്ടിൽ മൈക്കയുണ്ട്. തമിഴ്നാട്, ഇവിടെ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, പിന്നെ എവിടെയാണ്? തമിഴ്നാട്, ബീഹാറിൽ, നമ്മുടെ ബീഹാറിലുമുണ്ട്, ജാർഖണ്ഡിലുമുണ്ട്. ബീഹാർ, ജാർഖണ്ഡ് എന്നിവിടങ്ങളിലും മൈക്കയുണ്ട്. ബീഹാർ, ജാർഖണ്ഡ്, പിന്നെ എവിടെയാണ്? മുകളിലൊന്നുമില്ല. പിന്നീട് അപ്പോൾ ഇത്ര സ്ഥലങ്ങളിലാണ്. ആന്ധ്രാപ്രദേശ്, നമ്മൾ പറഞ്ഞതുപോലെ ആന്ധ്രാപ്രദേശ്, ബീഹാർ, അതുപോലെ ജാർഖണ്ഡ് എന്നിവിടങ്ങളിലാണ് മൈക്ക ഉള്ളത്. ഇനി ലാസ്റ്റ് നമ്മൾ പറയുന്നത് പെട്രോളിയവും പ്രകൃതിവാതകവുമാണ്. പെട്രോളിയവും പ്രകൃതിവാതകവുമുള്ള സ്ഥലങ്ങൾ നമ്മൾ കണ്ടെത്താൻ പോവുകയാണ്. അപ്പോൾ എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കാം. പെട്രോളിയവും പ്രകൃതിവാതകവും എവിടെയൊക്കെയാണ്? നമ്മുടെ മഹാരാഷ്ട്രയിലുണ്ട്. പെട്രോളിയവും പ്രകൃതിവാതകവും ഉള്ളതാണ് മഹാരാഷ്ട്ര. പിന്നീട് ഗുജറാത്ത്, മഹാരാഷ്ട്ര പറഞ്ഞു, ഗുജറാത്ത് പറഞ്ഞു. പിന്നീട് എവിടെയുണ്ട്? അപ്പോൾ നമുക്ക് പെട്രോളിയവും പ്രകൃതിവാതകവും, അതുപോലെ ആസാമിലുണ്ട്. ആസാം, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലും എന്തുണ്ട്? അരുണാചൽ പ്രദേശ്, ആസാം എന്നിവിടങ്ങളിലും പെട്രോളിയവും പ്രകൃതിവാതകവും ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ധാതുക്കൾ എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മളിത് വലുതാക്കി കാണിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കാണത്തക്ക രീതിയിലാണ് വലുതാക്കി കാണിക്കുന്നത്. അല്ല നമ്മളിത് ചെറുതാണെങ്കിൽ നമുക്ക് അത്രത്തോളം കണ്ട് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ വലുതാക്കി കാണിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ധാതു വിഭവങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മളിവിടെ നിർത്തുന്നു. അപ്പോൾ അടുത്ത പാർട്ടുമായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.